ഡൽഹി കേന്ദ്രീകരിച്ചും റാഞ്ചി കേന്ദ്രീകരിച്ചും ജാർഖണ്ഡിലെ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയാണ് പ്രധാനമായും വരുന്നത്. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പുതിയ സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർ അനുമതി നൽകി. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ അറിയിച്ചു. വിശദാംശങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്ന് എസ് രഞ്ജിത്ത് നൽകും. രഞ്ജിത്ത്, ഒടുവിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാനിക്കുകയാണ്. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണർ അറിയിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതിൽ ഗവർണർ സർക്കാർ ഉണ്ടാക്കാൻ ചമ്പൈ സോറനെ ക്ഷണിക്കുന്നത്. എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ? ഇന്നാണ് ചമ്പൈ സോറന്റെ നേതൃത്വത്തിലുള്ള ചമ്പൈ സോറൻ ഇന്നാണ് സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത്. 2 ദിവസം വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് ജാർഖണ്ഡിൽ നിലനിന്നിരുന്നത്. ഹേമന്ത് സോറന്റെ അറസ്റ്റിന് പിന്നാലെ വലിയ തോതിലുള്ള അനിശ്ചിതത്വം നിലനിന്നിരുന്നു. അതായത് ഈ പ്രതിപക്ഷ നിരയിലുള്ള, അതായത് JMM പക്ഷത്തുള്ള 4 MLA മാർ BJPയോട് അടുക്കുന്നു, അല്ലെങ്കിൽ BJPയുമായി അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് JMM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങളും പുറത്തു വന്നിരുന്നു. അതായത് കേവലം 4 MLA മാരെ അടർത്തിയെടുത്താൽ അവിടെ BJPക്ക് സർക്കാർ ഉണ്ടാക്കാം എന്നൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ MLA മാരെ ഈ JMM പക്ഷത്ത് നിന്ന് അടർത്തിയെടുക്കാനുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന് പിന്നാലെ ഈ MLA മാരെ JMM MLA മാരെ റിസോർട്ടിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഈ ഗവർണർ ഈ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടിക്കൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചമ്പൈ സോറൻ ഈ JMM നേതാവ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ ഗവർണറെ രാജ്ഭവനിലെത്തി കണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. സർക്കാർ രൂപീകരിക്കുന്നതിന് ആവശ്യമായ ഭൂരിപക്ഷം തനിക്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ MLA മാരുടെ ഒപ്പടക്കം നൽകിക്കൊണ്ടാണ് ഗവർണറെ സമീപിച്ചത്. പക്ഷേ ഗവർണർ ഈ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാതെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിനെതിരെയും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. അതായത് ഈ അട്ടിമറിക്ക് ഗവർണറും കൂട്ടി നിൽക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രധാനമായും ഉയർന്നത്. എന്തായാലും ആ ഒരു അനിശ്ചിതത്വത്തിന് 2 ദിവസം നീണ്ട ആ ഒരു അനിശ്ചിതത്വത്തിന് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നു. ചമ്പൈ സോറന് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇപ്പോൾ ഗവർണർ അനുമതി നൽകിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ 10 ദിവസത്തിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്നാണ് ഗവർണർ ചമ്പൈ സോറനെ അറിയിച്ചിരിക്കുന്നത്. എസ് രഞ്ജിത്താണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.